കേരളത്തിൽ മതചേരിതിരിവ് വരുത്താൻ ബോധപൂർവമുള്ള ശ്രമം നടക്കുന്നതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തോൽവിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നും EP ജയരാജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന EK നായനാരുടെ 22ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ ശക്തികളാകെ ആ വലതുപക്ഷ ശക്തികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇനിയും കൂടുതൽ കരുത്ത് നേടണം. കേരളമാണ് മതനിരപേക്ഷതയുടെ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള സംസ്ഥാനം. ആ മാതൃക ഇന്ത്യയിലേക്കാകെ വ്യാപിപ്പിച്ചെടുക്കാൻ കഴിയത്തക്ക നിലയിൽ നമുക്ക് ഇനിയും കൂടുതൽ കരുത്തും ശക്തിയും ഉണ്ടാകും. അതുകൊണ്ട് ഓരോ സംഭവങ്ങളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നിരീക്ഷണത്തോടുകൂടി ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയണം. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമാണ്. കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടേണ്ട കാര്യമല്ല. ഈ കേരളത്തിലെ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, കേരളത്തിൻ്റെ സമഗ്ര മേഖലയിലും വികസനം ഉണ്ടാക്കാൻ, ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഉയർത്തിക്കൊണ്ടുവരാൻ. കാലത്ത് പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നയനാർ അക്കാദമിയിൽ അനുസ്മരണവും നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അധ്യക്ഷനായി. EK നായനാരുടെ കുടുംബാംഗങ്ങൾക്ക് പുറമെ മുൻമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, നിയുക്ത MLA മാരായ KV സുമേഷ്, കാരായി രാജൻ, M വിജിൻ, VK സനോജ്, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, നേതാക്കളായ P ജയരാജൻ, M പ്രകാശൻ, TV രാജേഷ്, PV ഗോപിനാഥ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണ യോഗത്തിലും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.